ഹായ് ഹലോ ഗായ്സ്. ഇന്ന് എൻ്റെ ഓഫായിരുന്നു. എൻ്റെ മാത്രമല്ല എൻ്റെയും ഹാരിസിൻ്റെ ഓഫായിരുന്നു. ഞങ്ങളങ്ങനെ റൂമിൽ ഇരുന്നപ്പോൾ ഈ മനുഷ്യൻ വന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഒരു സ്ഥലം വരെ പോകുന്നുണ്ട്, വരുന്നോന്ന് ചോദിച്ചു. വെറുതെ റൂമിൽ ഇരിക്കുകയാണല്ലോ, പുറത്ത് ചൂടാണ് എങ്കിലും റൂമിൽ ഇരുന്ന് മുഷിഞ്ഞപ്പോൾ ഞാനും നമ്മുടെ ചെക്കൻ ഹാരിസുമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി. ഹാരിസ് ഇവിടെ ഇരിപ്പുണ്ട്. വണ്ടി ചെറുതാണ്, നമ്മൾ 3 പേരൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോയി. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മറ്റേ പുലിവാൽക്കല്യാണ സിനിമയിൽ സലിംകുമാരേട്ടൻ പറയില്ലേ, എനിക്കവിടെ മരുഭൂമിയിൽ ഒട്ടകത്തിൻ്റെ പാല് കറക്കുന്ന ജോലിയായിരുന്നു നോക്കേ. അത് തന്നെ സംഭവം. നമ്മൾ ഒട്ടകത്തിൻ്റെ പാല് കറക്കുന്നത് കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ സക്കീറൊക്കെ വന്നിട്ട് നമ്മോട് പറഞ്ഞു ഇതുപോലെ പാലെടുക്കാൻ പോകുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? പിന്നെ പാലെടുക്കാനോ? അപ്പോൾ പറഞ്ഞു ഒട്ടകത്തിൻ്റെ പാലെടുക്കാൻ. കേട്ട പതി കേൾക്കാത്ത പതി ഞാനും ഹാരിസും ചാടി ഇറങ്ങി. കാണാൻ ഒരു ക്യൂരിയോസിറ്റി വേറെ ഒന്നുമല്ല. ഇപ്പം അങ്ങോട്ട് പോകുന്ന വഴിയാണ്. ഈ മണലിലൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അങ്ങറ്റത്തെവിടെയാണ് ഇവരുടെ ആ ഫാം വരുന്നത്. പിന്നെ ഈ മണലുണ്ടല്ലോ, ഈ മണലിലൂടെ നമ്മുടെ എല്ലാ വണ്ടികൾക്കും അങ്ങനെ സ്മൂത്തായിട്ട് പോകാൻ പറ്റില്ല. ഈ ഡെസർട്ടിൽ കൂടെ പോകുന്ന വണ്ടികൾക്ക് പ്രത്യേകതരം 2 ഗിയർ ഉണ്ടാവും. ഇതേ കണ്ടോ, ഇതുപോലത്തെ 2 ഗിയറുകൾ. ഈ നമ്മൾ മണലിലൂടെ കയറുമ്പം ഈ കാണുന്ന ഈ ചെറിയ ഗിയർ ഇട്ടിട്ട് വേണം പോകാനായിട്ട്. മറ്റേത് നമ്മുടെ സാധാ ഗിയറാണ്. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. എന്തായാലും ഈ ഡെസർട്ടൊക്കെ കാണുമ്പോൾ എനിക്കൊരു ഡെസർട്ട് സഫാരി പോകണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട്. ഇതുവരെ നടന്നിട്ടില്ല. എനിവേ നമുക്ക് നോക്കാം, പിന്നെ ഒരു ദിവസം ആവട്ടെ. എന്തായാലും ആദ്യം ഈ പരിപാടി നടക്കട്ടെ. നമ്മളിത് ഏകദേശം നമ്മുടെ ഫാം എത്താറായെന്ന് തോന്നുന്നുണ്ട്, ഇല്ലേക്കാ? അപ്പോൾ ഇവിടെ വേറെ ഒന്നും പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഈ കാണുന്ന കുറേ മണലും ഈ ടവറും പിന്നെ ഈ എന്താ പറയുക, ഈ സൂര്യനും വെയിലും ചൂടൊക്കെ തന്നെ, വേറെ ഒന്നുമില്ല ഇവിടെ. പിന്നെ അവിടെ ആയിട്ട് ചെറിയ ചെറിയ കുറ്റി പോലത്തെ എന്തൊക്കെ കാണാം. നമ്മളൊരു മല കയറി വരുന്ന പോലെ ഉണ്ടല്ലേ. ഇവരുടെ ഫാമിൻ്റെ അടുത്ത് ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ. ഐ തിങ്ക് ഇതാണെന്ന് തോന്നുന്നു അവരുടെ ഫാമുകൾ. ചില ഒട്ടകങ്ങളെ ഒറ്റയ്ക്കായിട്ട് കൂട്ടിയിട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഈ ഒട്ടകത്തിന് ഇത്ര അടുത്തായിട്ട് കാണുന്നത് കേട്ടോ. ഇത് കൊള്ളാം, നല്ല രസമുണ്ട് സംഭവം. ഒട്ടകം എന്ന് പറയുമ്പം ഗൈസ് ഇതാണ് നമ്മുടെ ഇവിടുത്തെ നജീബ്. നമ്മുടെ ആടുജീവിതത്തിൽ നജീബ് എന്ന് പറയും പോലെ, പുള്ളിയുടെ പേര് നജീബൊന്നുമല്ല, പുള്ളിയാണ് ഇവിടുത്തെ ആടുജീവിതം നയിക്കുന്ന വ്യക്തി. പുള്ളി ഒരു സുഡാപ്പിയാണ്. പുള്ളി ഇവിടെ തന്നെയാണ് താമസവും. കാണുന്ന കൂരയും ഇതൊക്കെ ആണ് ഇവരുടെ സത്രങ്ങൾ. 2 പേരുണ്ട് ആക്ച്വലി. ഒരു പയ്യനും ഈ പുള്ളിയാണെന്നാണ് പറഞ്ഞത്. ഈ കൂടൊന്നും കണ്ട് നിങ്ങൾ ഇതാവണ്ട, കാരണം ഇത് ആക്ച്വലി എയർ കണ്ടീഷണറാണ്. അതുകൊണ്ട് അത്ര വലിയ നമ്മുടെ പൃഥ്വിരാജ് ആ സിനിമയിൽ അനുഭവിച്ച അത്രയൊന്നും പുള്ളികൾ അനുഭവിക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. കണ്ട് തൊട്ടപ്പുറത്ത് റോഡുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഏത് വണ്ടി കൈ കാണിച്ചാലും നിർത്തുമെന്നാണ് പറയണത്. മച്ചാൻ വീണ്ടും വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. നജീബൊക്കെ അവിടെ കൂടെയെങ്കിലൊക്കെ പോടി വരും. ഇവർ വെസ്റ്റ് മച്ചാൻ ഒന്നും അറിയാത്ത പോലെ കഴിക്കുക കേട്ടോ. എവിടെ നജീബൊക്കെ ഓടി വാ, എല്ലാം തിന്ന് തീർക്കുക കേട്ടോ നിങ്ങളുടെ ഒട്ടകം. ഇക്ക ഓടി വന്നിട്ടുണ്ട് ഗൈസ്. ഓടി വന്നു. നജീബൊക്കെ അതെടുത്ത് മാറ്റാൻ പോവാണ്. പിന്നെ ഇവർ ഈ കഴിക്കുന്ന ഭക്ഷണം ഇല്ലേ, ഇതിൻ്റെ പേരാണ് എന്തായിരുന്നു എൻ്റെ പേര്? സുബ്ബൂസ് എന്നാണ് പറയുന്നത്. നമ്മുടെ സക്കീർ ഭായി പറഞ്ഞതാണ്, തള്ളാണോന്നറിയില്ല. സുബ്ബൂസ് എന്നാണ് ഈ സാധനത്തിൻ്റെ പേരെന്നാണ് പറഞ്ഞത്. ഇതിവിടെ ചാക്ക് കണക്കിന് ഇവിടെ കെട്ടിയിട്ടുണ്ട്. നമ്മുടെ ഒട്ടകങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡ് ഐറ്റംസ് ഇതാണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. പിന്നെ നല്ല ചൂടായതുകൊണ്ട് നമ്മൾ കാറിൽ നിന്ന് പുറത്തിറങ്ങാണ്ടിരിക്കുകയാണ്. ചൂടൊക്കെ ഒന്ന് താഴ്ന്നിട്ട് പുറത്തിറങ്ങാമെന്ന് വെച്ചു. ചൂടൊന്ന് ഇതായപ്പോഴേക്കും നമ്മൾ നൈസായിട്ടൊന്ന് പുറത്തിറങ്ങി. കാരണം നല്ല സീനറി ഉണ്ട് ഇവിടെ, നിറച്ച് ഒട്ടകവും കുട്ടികളൊക്കെ ആയിട്ടെ. അപ്പോൾ 1-2 ഫോട്ടോസ് എടുക്കാൻ നേരത്തെ ഞാനും ഹാരിസും കൂടെ നൈസായിട്ടൊന്ന് പുറത്തിറങ്ങിയതാണ്. ഇവിടെ 1-2 അമ്മ ഒട്ടകങ്ങളും കുട്ടി ഒട്ടകങ്ങളൊക്കെ ഉണ്ട്. കാണാൻ നല്ല രസമുണ്ട്. അതുകൊണ്ട് 1-2 സ്റ്റിൽസൊക്കെ കിട്ടുമെന്ന് നോക്കട്ടെ, പിടച്ചു നോക്കാം. നമ്മളിത് അങ്ങനെ മാറി നിന്ന് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഇക്ക വിളിച്ചിട്ടായി. കാരണം നമ്മുടെ പാല് കറക്കുന്ന പയ്യൻ, അതായത് നേരത്തെ കണ്ട നമ്മുടെ നജീബ് പുള്ളിക്കാരനല്ല, വേറൊരു പയ്യനുണ്ട്. അവൻ ആണ് ഈ ഒട്ടകങ്ങളുടെ പാല് കറക്കുന്നത്. അപ്പം അവൻ വന്നാലേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് അവന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. പിന്നെ ഈ അത്ര ചൂടുള്ളപ്പോഴും ഇവർക്ക് കറക്കാൻ എന്തോ പാടില്ല, പാൽ അധികം ചുരത്തില്ല. അപ്പം വെയിലൊക്കെ ഒന്ന് താഴ്ന്നൊന്ന്, ഇതിപ്പോൾ ഒരു ഈവനിങ് ഒരു 6 മണി സമയമാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പം ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഇവർ ഈ ഒട്ടകത്തിന് കറക്കത്തുള്ളൂ. അപ്പോൾ അവനെത്തി. അപ്പോൾ നമ്മളിത് അങ്ങോട്ട് പോവുകയാണ്. ദൂരെ കാണുന്ന അതാണ് ആക്ച്വലി ഇവരുടെ ഈ ഒട്ടകങ്ങൾ എട്ടിക്കുന്ന. എല്ലാ ഒട്ടകങ്ങളല്ല, ഇങ്ങനെ പാല് കറക്കുന്ന ഈ അമ്മ ഒട്ടകങ്ങളും കുട്ടി ഒട്ടകങ്ങളൊക്കെ അവിടെ ഇങ്ങനെ എട്ടിക്കുന്ന ചെറിയൊരു ഷെൽട്ടർ പോലെ സ്ഥലം അത്. നമ്മുടെ സക്കീർ ഭായി അവിടെ ഉണ്ട്. സക്കീർ ഭായി അവിടെ നിന്ന് പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. ഈ പാല് കളക്ട് ചെയ്ത് വയ്ക്കാനുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്.
എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. എന്താ അവസ്ഥ എന്നറിയില്ല. ഈ പാല് കറക്കുന്നത് നമുക്ക് അടുത്തോയി നിന്ന് കാണാൻ പറ്റുമോ എന്നറിയില്ല. ഈ ഒട്ടകം കയറി അറ്റാക്ക് ചെയ്യോ? എനിക്ക് ഈ ഒട്ടകങ്ങളെ പറ്റി ഒരു പിടിയില്ല. ഇക്കതേ വൻ സെറ്റപ്പൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഒട്ടകത്തിൻ്റെ അടുത്തേക്ക് പോവാം. ദേ ഇതാണ് നമ്മുടെ ഒട്ടകത്തിനെ കറക്കുന്ന ചക്കൻ മാരെ. ഓക്കെ, നോക്കട്ടെ. അങ്ങോട്ട് പോകാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എന്നപ്പോൾ ഇതൊക്കെ കറക്കാനുള്ള അമ്മ ഒട്ടകങ്ങളാട്ടോ ഈ നിൽക്കുന്നതൊക്കെ. നമ്മളത് അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. സോ ഐ തിങ്ക് അങ്ങോട്ട് പോവാം. അവർ വിളിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്. ദൈവമേ, അറ്റാക്ക് ചെയ്യില്ലെന്ന് വിചാരിക്കാം. ഇവിടെ നിൽക്കാം. ഇതാണ് നമ്മുടെ അമ്മ ഒട്ടകം. എൻ്റെ കുട്ടിയാണ് എൻ്റെ പാല് പിടിക്കുന്നുണ്ട്. നജീബ് അതിനിടയ്ക്ക് എന്തോ ഒരു ഫിസിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇതാണ് നമ്മുടെ ചക്കൻ. ഇവനാണ് പാല് കറക്കാൻ പോകുന്നത് ഗൈസ്. ഇവരിത് ഇങ്ങനെ ഒരു ആദ്യം ഈ ഒട്ടകത്തിനെ അവിടെ നിർത്തും. എന്നിട്ട് അപ്പുറത്ത് കാണുന്ന കൂട്ടിൽ നിന്ന് ഇതിൻ്റെ കുട്ടിയെ ഇങ്ങോട്ട് വിടും. ഇതിൻ്റെ കുട്ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വന്നിട്ട് അതിൻ്റെ പാല് കുടിക്കാൻ ട്രൈ ചെയ്യും. അതിന് കുറച്ച് കഴിയുമ്പം അതിന് കുട്ടിയെ മാറ്റിയിട്ട് ഫുഡ് വെച്ച് കൊടുക്കും. ഫുഡ് വെച്ച് കൊടുക്കുമ്പോഴേക്കും അവിടെ ദേവന്മാർ കറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കേട്ടോ, കറന്നുകൊണ്ടിരിക്കുക. ഒട്ടകത്തിൻ്റെ പാല് കറക്കുന്നത് കണ്ടോ ഗൈസ്? ഓക്കെ, ആക്ച്വലി ഇരുന്ന് കറക്കാൻ പറ്റില്ല കേട്ടോ. നിന്നിട്ട് ഒറ്റക്കാലിൽ നിന്ന് മറ്റേ കാലിൽ സപ്പോർട്ട് പാത്രം കൊടുത്തിട്ടാണ് ഇവന് ഈ പാല് കറക്കുന്നത്. നമ്മുടെ പുരുവാർ കല്യാണത്തിൽ സലികുമാർ പറയുമല്ലോ, ഇങ്ങനെ അത്രയും പൊക്കമുള്ളതിനെ വലിച്ചെടുത്താണ് ചെയ്യുന്നതൊക്കെ. അത്രയ്ക്കൊന്നുമില്ല എങ്കിലും ഓക്കെ, അത്യാവശ്യം മെനക്കേടാണെന്ന് തോന്നുന്നുണ്ട്. ഇതാണ് ഇപ്പം, ഇങ്ങനെയാണ് അപ്പം ഒട്ടകത്തിന് പാല് കറക്കുന്നല്ലേ. നൈസ് നൈസ്, എന്തായാലും കൊള്ളാം. ഇപ്പം കറണ്ട് കുറേ നേരമായല്ലോ. അത് കറന്ന് കഴിഞ്ഞു ഗൈസ്. കഴിഞ്ഞ ഇത്രയും പാല് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഹലീം എന്ന് വെച്ചാൽ പാലിന് ഹലീമാണെന്ന് തോന്നുന്നു പറഞ്ഞു. ഞാൻ എന്തെങ്കിലും പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഹലീം എന്നാണ് തോന്നുന്നത് അതിൻ്റെ പാലിന് പറയുന്നത്. അപ്പം അവർ കഴിഞ്ഞു. അതിൻ്റെ തള്ളയും കുഞ്ഞിനെയും കൂടെ അവരതിനകത്തേക്ക് വിട്ടു. ഇനിയിപ്പം അവർ അടുത്ത ഓളുണ്ട് പറഞ്ഞ് വിളിക്കുകയാണ്. കണ്ടോ, അടുത്ത ആടിനെ വിളിക്കുന്നു. ആടല്ല, ഒട്ടകം. അടുത്ത ഒട്ടകം വന്നു കഴിഞ്ഞു. ഇനി അടുത്ത് ഇതിൻ്റെ കുട്ടിയെ കണ്ടുപിടിക്കുക എന്നുള്ള പരിപാടിയാണ്. അതിനകത്തുനിന്ന് ഇതിൻ്റെ കുട്ടിയെ തന്നെ കണ്ടുപിടിച്ചെടുക്കണം. അതാണൊരു കാര്യം. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നോക്കിക്കോണേ. ഇപ്പം അവരത് അതിൻ്റെ കുട്ടിയെ വിളിക്കും. അതിൻ്റെ കുട്ടി അവർക്കറിയാം. മറ്റേ പുള്ളിക്കാരൻ നജീബിനാണ് അറിയാമെന്നുള്ളത്. നജീബ് പറഞ്ഞു കൊടുക്കുന്നത് ഏതാണ് ആ കുട്ടിയെന്ന്. അപ്പം അവൻ്റെ അകത്ത് വന്നിട്ട് അതിൻ്റെ കുട്ടി കണ്ട, അതിൻ്റെ കുട്ടി വന്നു. അതിൻ്റെ കുട്ടി അടുത്ത് വന്നു കഴിയുമ്പം ഈ തള്ളയൊട്ടകം ഉണ്ടല്ലോ, അതിൻ്റെ കുട്ടീനെ ഒന്ന് മണപ്പിച്ച് നോക്കും. അതിൻ്റെ കുട്ടിയെ മണപ്പിച്ചിട്ട് അതിൻ്റെ കുട്ടി അല്ല എന്നുണ്ടെങ്കിൽ അതിന് ചവിട്ടി ഓടിക്കും. അതാണ് ഈ ഒട്ടകത്തിൻ്റെ ഒരു തൊട്ടാ. നോക്കിക്കോണേ, ഇപ്പം നോക്കിക്കോണേ. കേട്ടോ, മണപ്പിക്കുന്ന കേട്ടോ. കുട്ടി തന്നെയാണെന്ന് കൺഫേം ചെയ്യുക. കുട്ടിയാണെന്ന് കൺഫേം ആയി കഴിയുമ്പോൾ അതിനൊരു കുഴപ്പമില്ല. അത് വന്ന് ഇങ്ങനെ പാല് കുടിക്കാനായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യും. കുറേ നേരം അതിങ്ങനെ അതിൻ്റെ അകടിലിങ്ങനെ പാല് നോക്കിയിരിക്കും, ചെയ്തിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അതിന് പാല് വന്ന് തുടങ്ങുന്ന സ്പോട്ടിൽ തന്നെ ഇവർ ആ കുട്ടിയെ അങ്ങ് മാറ്റും. കുട്ടിയെ മാറ്റിയിട്ട് ഈ തള്ളയ്ക്കും കുട്ടിക്കും കൂടെ മറ്റേ ബക്കറ്റിൽ നമ്മുടെ സുബൂസ് വെച്ച് കൊടുക്കും. അതിരുന്ന് കൂടി കഴിക്കും. ആ കഴിക്കുന്ന സമയത്താണ് ഇവർ ഈ പാല് കറക്കുന്നത്. നോക്കിക്കോണം കേട്ടോ. ഇതൊന്ന് പാല് ചെറുത്തി വരാൻ കുറച്ച് സമയമെടുക്കും. അതിനുള്ള ടൈമിങ്ങാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. ഹേയ്, ഒട്ടകം ചവയ്ക്കുന്നുണ്ടോ? അങ്ങനെ നോക്കട്ടെ, ഇപ്പം കാണിച്ചു തരാം. എവിടെ സ്മൈലി ഇത്ര ടൈം എടുക്കും. പിന്നെ വായു എന്താണ് അങ്ങോട്ട് വന്ന് ഗൈസ്. ചെക്കൻ പാത്രം എടുത്തു. കുട്ടി അങ്ങ് മാറ്റി പോയി. ഇവർ രണ്ടുപേരും കൂടെ ഈ ബക്കറ്റിരിക്കുന്ന ഭക്ഷണം കഴിക്കുന്നു. അവർ രണ്ടുപേരും കൂടെ നൈസായിട്ട് പാല് കറക്കുന്നു. ഇതാണ് ഒട്ടകത്തിൻ്റെ പാല് കറക്കുന്ന പരിപാടി. ഇത്രയേ ഉള്ളൂ. എന്തായാലും സംഭവം കൊള്ളാം. ഇതൊരു വ്യത്യസ്തമായ ഒരു കാഴ്ചയായിരുന്നു. നമ്മളവിടെ ഇത്രയും യാത്ര ചെയ്ത് ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് വെയിലും കൊണ്ട് നിന്നതുകൊണ്ട് വലിയ റിഗ്രറ്റൊന്നുമില്ല കേട്ടോ. സംഭവം രസമുള്ള കാഴ്ചയാണ്. ഞാൻ ആക്ച്വലി പശുവിനെ കറക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് ഇതുപോലെയൊക്കെ തന്നെയാണ് ഏകദേശം. പക്ഷെ ഒട്ടകത്തിനെ കറക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ഒന്നാണ്. സംഭവം കൊള്ളാം കേട്ടോ.
പിന്നെ ഇവർ ചോദിച്ചു കുറച്ച് പാല് കുടിക്കുന്നൊന്നും, ഇത് പച്ചയ്ക്ക് കുടിക്കുന്നതല്ല എന്നൊക്കെയാണ് സക്കീർ ഭായി പറഞ്ഞത്. എന്നിട്ട് വേണ്ട, എനിക്കെന്തോ ഒട്ടകപ്പാൽ കുടിക്കുന്നതിനോട് അങ്ങനെ വലിയ മൈൻഡ് സെറ്റല്ല ഒട്ടകപ്പാൽ കുടിക്കാനായിട്ടേ. ഇതിന് അതുകൊണ്ട് വിട്ട് വേണ്ട, എന്തിനാ വെറുതെ. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ രണ്ടാമത്തെ ഒട്ടകം കേട്ടോ. ഇതുപോലെ ഈ കാണുന്ന ഒട്ടകങ്ങളെല്ലാം ഇന്ന് കറക്കാനുള്ളതാണ്. ഒരു 8-10 ഒട്ടകങ്ങളുണ്ടാകും കേട്ടോ ഇതിനകത്ത്. അതെല്ലാം ഇതുപോലെ തന്നെയാണ് പ്രോസസ്സ്. അല്ല, അതിൻ്റെ കുട്ടികൾ അവിടെ ഉണ്ടാവും. ആ കുട്ടികൾ ആ സമയം നമ്മൾ വിളിക്കുന്നു, നിർത്തുന്നു, കറക്കുന്നു. അല്ലടാ, അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. എന്തായാലും നമ്മൾ വന്നത് നമ്മുടെ മെയിൻ ഈവൻ്റ് ഇതായിരുന്നു. ആ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഇതിൻ്റെ പാലും കറന്നു കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. കണ്ടോ, ഇത് നേരത്തെ കിട്ടിയ അത്രയും കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു, പക്ഷേ ഉണ്ട്, അത്യാവശ്യം ഉണ്ട് കേട്ടോ. അത് നമ്മുടെ സക്കീർ ഭായിക്ക് കൊടുക്കുന്നു. സക്കീർ ഭായി അതും വാങ്ങിച്ച് പോയി നമ്മുടെ അതിലേക്ക് കൊണ്ടൊഴിക്കാൻ പോവുകയാണ് ആൾ. അവിടെ നിന്ന് പാൽ അരിച്ചെടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവുകയാണ് ഗൈസ്. അങ്ങനെ മക്കളെ പോവാടാ, മക്കളെ പോയിട്ട് വരാൻ, കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. അപ്പം നമ്മളെ ഈ ഒരു കാഴ്ച നമ്മളെ കാണിക്കാൻ സാധിച്ച നമ്മുടെ സക്കീർ ഭായിക്കും ഞങ്ങൾ എല്ലാവിധ നന്ദികളും രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ എപ്പോൾ ഇടുമെന്നോ എന്നിടുമെന്നോ ഒന്നും അറിയില്ല. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ കണ്ടൻസ് കിട്ടുമ്പോൾ നമ്മൾ എടുത്തിടുന്നതാണ്. ഓക്കെ, ബൈ, സി യു.